ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു കെൻലേൺ അക്കാദമി. നമ്മളിന്ന് നോക്കുന്നത് 30 നവംബർ 2024 നടന്ന LGS വേരിയസ് ഡിസ്ട്രിക്ട്സ് തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ നടന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര്? ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ശരി ഉത്തരം ദാദാഭായ് നവറോജി, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ശരി ഉത്തരം ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. പ്രസ്താവനകൾ നോക്കാം. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് തെറ്റാണ്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ അല്ല. ഇതെല്ലാം ലക്നൌവിന്റെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ലക്നൌവിലെ നേതാവ് ആരായിരുന്നു? ഹസ്രത് മഹൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഏതായിരുന്നു? അതെ, ലാഹോർ സമ്മേളനം. ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആമുഖമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരാണ് തയ്യാറാക്കിയത്? യെസ്, ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ എ ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, റിപ്പബ്ലിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? എവിടെയാണ്? യെസ്, നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, എല്ലാം ഏത് ഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന്. ഓപ്ഷൻസ് നോക്കുമ്പോൾ മൗലികാവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ബി എന്താ? 2, 3, 4 അങ്ങനെയാണ് 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറിച്യ കലാപത്തിന്റെ നേതാവാര്? കുറിച്യ കലാപത്തിന്റെ നേതാവാര്? ഓപ്ഷൻ സി രാമൻ നമ്പി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ് ശരിയുത്തരം, ഓപ്ഷൻ സി മിതവാദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ്? അയ്യങ്കാളി. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? സിംഗപ്പൂർ ആണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. അപ്പൊ ഇവിടെ ഉൾപ്പെടാത്ത രാജ്യം, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഓപ്ഷൻ ഡി സിംഗപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ഓപ്പറേഷൻ അജയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യത അധിഷ്ഠിതമായ വളർച്ച, ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏത്? പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി, 9th. ഓക്കെ, 9ാം പഞ്ചവത്സര പദ്ധതിയാണ് പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യത അധിഷ്ഠിതമായ വളർച്ച. ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയത് 9ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഇവിടെ അല്ലെ, ഇവിടെ ആസാം തന്നിട്ടുണ്ട്, സിക്കിം തന്നിട്ടുണ്ട്, മേഘാലയ, അരുണാചൽ പ്രദേശ്. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓക്കെ അല്ലെ, ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. ശരി. MN ഖുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. തെറ്റ്. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാ? 2 മാത്രം. 2 മാത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. തെറ്റായ അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുംബൈ, കൊച്ചി, മധുരൈ, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം, ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഓക്കെ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം, ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? യെസ്, മധുര അല്ലെ. മുംബൈ, കൊച്ചി എല്ലാം നമുക്കറിയാലോ. അതേപോലെ തന്നെ ചെന്നൈ ഉണ്ട്, കണ്ട്ല ഉണ്ട്, മംഗലാപുരം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മധുരയാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത പട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർബന്ധിച്ചത്. അപ്പൊ വൈദ്യുതോൽപാദനം എന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആൻസർ കൊടുക്കരുത്. ഇവിടെ വേണ്ടി മാത്രം എന്ന് കൊടുത്തിട്ടുണ്ട്, സോ അത് തെറ്റാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർബന്ധിച്ചത്, ഇവിടെയും വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, ഒരു പ്രസ്താവനകളുടെ ഒരു ചെറിയൊരു വ്യത്യാസം അല്ലെ, വേണ്ടി മാത്രം. അടുത്തത് വിവിധോദ്ദേശ പദ്ധതി, അത് ശരിയാണ്. സോ 2ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ഹരിത
കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? യെസ്, കൊല്ലം ജില്ലയിൽ. ഓപ്ഷൻ എ, കൊല്ലം ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം എന്ന് പറയുന്നത് ജീവൻ രക്ഷാ പതക്കാണ്. ഓപ്ഷൻ സി, ജീവൻ രക്ഷാ പതക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദിയിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഗോദാവരി നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? കുറച്ചു മുന്നേ നമ്മൾ തുറമുഖങ്ങളിൽ നിന്ന് ഉൾപ്പെടാത്ത ഒരെണ്ണത്തിന് നമ്മൾ ഒഴിവാക്കി കളഞ്ഞിരുന്നു. ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓക്കെ, തെക്കേ അറ്റത്താണ് ചോദിച്ചിരിക്കുന്നത്. തെക്കേ അറ്റത്തുള്ളത് ഇവിടെ തന്നിരിക്കുന്ന വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തൂത്തുക്കുടിയാണ് ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ലഭിച്ച പീഠഭൂമി ഏത്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? യെസ്, ഡക്കാൻ പീഠഭൂമി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഡക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചല ചുരം. ബാരാലാച്ചല ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? യെസ്, 82.5 പൂർവ രേഖാംശം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ, 82.5 പൂർവ രേഖാംശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73/74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനാ ഭേദഗതിയിലാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക മേത്ത കമ്മിറ്റിയും നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശരി. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശരി. ഗ്രാമപഞ്ചായത്തിന്റെ പരോക്ഷ തിരഞ്ഞെടുപ്പില്ല, വാർഷിക തിരഞ്ഞെടുപ്പ് രീതി ഇല്ല. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 1ഉം 2ഉം മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം. യെസ്, എടക്കൽ ഗുഹ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, എടക്കൽ കേവ്, എടക്കൽ ഗുഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര വില്ലേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം. ഓക്കെ, വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പി. ഓപ്ഷൻ എ, കാപ്പിയാണ് ശരി ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴ. ഓപ്ഷൻ സി, ആലപ്പുഴയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? യെസ്, നമുക്ക് തെറ്റായ പരാമർശമാണ് ചോദിച്ചിരിക്കുന്നത്. ആനമുടിയെക്കുറിച്ചുള്ളതാണ്. ആനമുടിയെക്കുറിച്ച് ഇവിടെ തെറ്റായ പരാമർശം കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായ പരാമർശം വരുന്നത്. ബാക്കി ഇന്ത്യൻ ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ശരിയാണ്. ഇരുവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ്. ഏകദേശം 2695 മീറ്റർ ഉയരം ശരിയാണ്. ഇവിടെ തെറ്റായിട്ട് വരുന്നത് എന്ത് മാത്രമാണ്? കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കോതമംഗലം. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ഓപ്ഷൻ ഡി, ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. ഓപ്ഷൻ എ, വി അബ്ദുറഹ്മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC. ഓപ്ഷൻ എ, HDFC ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ്. ഓപ്ഷൻ ബി, പൃഥ്വിരാജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീം. ഓപ്ഷൻ സി, അർഷാദ് നദീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക നാട്ടറിവ് ദിനം. ലോക നാട്ടറിവ് ദിനം ആഗസ്റ്റ് 22 ആഗസ്റ്റ് 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസ്. ഓപ്ഷൻ സി, ഡെങ്കി വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസവും കൂടെ ഓസ്കാർ പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കുറെ അധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം PYQ എല്ലാം കേട്ട് പഠിക്കുക.
ഓക്കെ, കിലിയൻ മർഫിക്കാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. ഓപ്ഷൻ സി മാനന്തവാടിയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി. അൽഗോരിതങ്ങളുടെ നാട്, അതാണ് കൃതിയായിട്ട് വരുന്നത്, അൽഗോരിതങ്ങളുടെ നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. ഓപ്ഷൻ ഡി അർജന്റീനയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ന്യൂറാലിങ്ക്. ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര് നീലു. ഓപ്ഷൻ സി നീലു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ചർവർണകം ആൻഡ് അഗ്രചർവണകമാണ്. ചർവണകം ആൻഡ് അഗ്രചർവണകമാണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ 2ഉം 4ഉം. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് ശരി ഉത്തരം. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? തൊട്ടു മുന്നേ ഒരു ഇത് ചെയ്തിരുന്നു, അത് നോക്കാം. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട. ഓപ്ഷൻ എ വെണ്ടയാണ് ശരി ഉത്തരം. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? വനാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? വനാവകാശ നിയമം നിലവിൽ വന്നത് 2006 ഓപ്ഷൻ ബി 2006. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1984 ശരിയുത്തരം. ഓപ്ഷൻ ബി 1984. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഗോവയാണ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഗോവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? സ്വീഡൻ. ഓപ്ഷൻ ഡി സ്വീഡൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അതും ശരി. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അതും ശരിയാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ. അപ്പം തുറന്ന സർക്യൂട്ടിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കില്ല. മാത്രമേ പ്രവർത്തിക്കൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തുറന്ന സർക്യൂട്ടിൽ അല്ല, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. 1ഉം 2ഉം 3ഉം ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? കാന്തങ്ങളെ പറ്റിയുള്ള വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. 3 വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിന്റെ മധ്യഭാഗത്താണ്. അല്ലല്ലേ? അതിന്റെ മധ്യഭാഗത്തല്ല. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. നോർത്ത് സൗത്ത്. ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ശരിയാണ് അല്ലെ? ഓപ്പോസിറ്റ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. സോ ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കുന്നു. സോ ഇവിടെ നമുക്ക് 2ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധാതുക്കൾ, അയിരുകൾ എന്നിവ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ധാതുക്കൾ, അയിരുകൾ എന്നിവ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ അയിരുകൾ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് സഹജ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സഹജ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്ത്? നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്ത്? കൈരളി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കൈരളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വുഹാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ടൈഫോയിഡ് ആണ് കേട്ടോ. ടൈഫോയിഡ് ആണ് ശരി ഉത്തരം. ജീവിതശൈലി രോഗം അല്ലാത്തതാണ്. ബാക്കി പ്രമേഹം, രക്താതിമർദ്ദം, പക്ഷാഘാതം ഒക്കെ ജീവിതശൈലി രോഗമാണ്. ടൈഫോയിഡ് ആണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം. ഓപ്ഷൻ സി മാമോഗ്രാം ആണ് സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം? HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ജ്യോതിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം. ഓപ്ഷൻ സി മലപ്പുറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു? ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. വിബ്രിയോ ആണ് ആ രോഗാണു. വിബ്രിയോ.
ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശിശുക്കളിലെ നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. ഓപ്ഷൻ ബി ശലഭം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ. ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. ബാക്കിയൊക്കെ ആലം, സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിൽ ബ്ലീച്ചിങ് പൗഡർ ആണ് വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂനെ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, പൂനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി JP നഡ്ഡ. ഓക്കെ, JP നഡ്ഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? MAL എന്നാണ് പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര്. MAL. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് MAL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പ, പോളിയോ വരുന്നില്ല, എംപോക്സ്. അപ്പൊ 1, 2 പിന്നെ ക്ഷയം വരുന്നില്ല. അപ്പൊ ഇവിടെ 1, 3, അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, നിപ്പ ആൻഡ് എംപോക്സ്, ജന്തുജന്യ രോഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ മാത്സും റീസണിങ്ങും ആണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ ഒരു 20 ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം കാണുക. ചെറിയ ചെറിയ ബേസിക് ലെവലിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മാത്സ് അത് കണ്ടു പഠിക്കുക. ഓക്കെ, കാണുമ്പം അതുപോലെ തന്നെയുള്ള പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓൾട്ടർനേറ്റീവ് രീതികളും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി ഏതെങ്കിലും അഡീഷണൽ ടോപ്പിക്സ് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമുക്ക് നോക്കാം. 81th ക്വസ്റ്റ്യൻ, 765432 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? ഓക്കെ അല്ലേ? അപ്പൊ 11 കൊണ്ട് ഹരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സംഖ്യകളുടെയും കൊണ്ടുള്ള ഹരിക്കുമ്പോൾ എങ്ങനെ ഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അത് മാക്സിമം കാണുക, കണ്ടു പഠിക്കുക. മാക്സിമം അത് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഉണ്ട്, അത് കാണണേ. ഇവിടെ നമ്മൾ ആൻസർ മാത്രം പറഞ്ഞു പോവാണ്. ഓപ്ഷൻ സി ആണ് 8 ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. 4.3 ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. 4.3.
12.9 ബൈ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. 12.9 ബൈ 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 4.3 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്, 11/12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75. 1.25 ഇത് നമുക്ക് 1 കിട്ടും, ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് 2 കിട്ടും. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. ആൻസർ വരുന്നത് ബി ആണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് മാത്സിനകത്ത്, അത് നോക്കണം. സോ ആൻസർ വരുന്നത്, ഇത് കുറച്ച് സ്പീഡിലും കൂടിയല്ലേ എല്ലാ ആൻസറും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാത്സിന്റെയും റീസണിങ്ങിന്റെയും മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് മാക്സിമം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നോക്കുക കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ സംഖ്യ എത്ര? തുടർച്ചയായ 5 സംഖ്യകളുടെ തുകയാണ് 510. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അത് നോക്കുക. സോ ഇവിടെ ആൻസർ വരുന്നത് 105 ആണ് ശരി ഉത്തരം, 105. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 2 ചതുരങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന്റെ നീളങ്ങൾ 12 സെന്റിമീറ്ററും അടുത്തതിന്റെ നീളം എത്രയാണ്? 10 സെന്റിമീറ്ററും. വീതി നമുക്ക് ഒന്നിന് 6 സെന്റിമീറ്ററും ഒന്നിന് എത്ര സെന്റിമീറ്ററും? 8 സെന്റിമീറ്ററും. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം, അപ്പൊ ഇവിടെ വരാൻ നേരത്ത് 2 × 12 + 6 വരും. ഇവിടെ വരുമ്പോൾ 2 × 10 + 8 വരും. ഓക്കെ അല്ലേ? ഇത് തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തമ്മിൽ നമ്മൾ റേഷ്യോ എടുക്കണം. ആദ്യം ഓരോന്നിന്റെയും പരപ്പളവുകൾ കാണുക. അതേപോലെ തന്നെ എനിക്ക് മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയി പോകുന്നു, പക്ഷെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അത് നോക്കണേ. അപ്പൊ അതിന്റെ അംശബന്ധം റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. പരപ്പളവുകൾ കണ്ടുപിടിച്ചിട്ട് വേണം അംശബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 9:10 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിന്റെ വർഗമൂലം എത്ര? വർഗമൂലമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 140. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? 1500 പരസ്യവിലയാണ് ഉള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിലാണ് വാങ്ങിക്കുന്നത്. അയാൾ അത് വിൽക്കുമ്പോൾ അയാൾക്ക് ലാഭം എത്ര കിട്ടുന്നുണ്ട്? 20% ലാഭം കിട്ടുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില. അപ്പൊ ആ 1500 എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥ വിലയല്ല, പരസ്യവിലയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് യെസ് 1150 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, +8 × ഇത് തെറ്റാണ് കേട്ടോ, ചാൻസ് കൂടുതൽ. സോ ഇത് ക്യാൻസൽ ആയി പോകും, കാരണം ഇത് കുറച്ചധികം കൺഫ്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടല്ല തന്നിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം തന്നിരിക്കുന്നത് +8 അല്ലെങ്കിൽ 8 എടുക്കാം, 8 × 12 എടുക്കാം, ഡിവൈഡഡ് ബൈ 4 എടുക്കാം, × -6. പക്ഷെ എന്നിരുന്നാൽ പോലും അപ്പൊ നമുക്ക് ആൻസർ വരും. സോ ആൻസർ വരാൻ നേരത്ത് നമുക്ക് വരുന്ന ആൻസർ ഓപ്ഷൻ ബി -144 ആണ്. പക്ഷെ എന്നിരുന്നാലും അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, കാരണം ഇവിടെ ആ ഒരു വാല്യൂ ആണോ തന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കാനായിട്ട്. അത് പ്ലസ് എടുക്കുമ്പോൾ നമ്മൾ 8 കണ്ടോ, 8 പ്ലസ് ആ 12 ഡിവൈഡഡ് ബൈ +4 × -6. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. അപ്പൊ ഇവിടെ 160 നീളമുള്ള ഒരു ട്രെയിൻ ആണ്, 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ
8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? പ്ലാറ്റ്ഫോം കടന്നു പോകാനായിട്ട് ട്രെയിൻ ഫുള്ളായിട്ട് കടന്നു പോകണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 18 സെക്കൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1, 8, 27, 64, 125 ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, നോക്കണേ. ഇവിടെ ശരി ഉത്തരം വരുന്നത് 216 നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിട്ടുപോയത് കണ്ടുപിടിക്കുക. ക്യൂബ് നോക്കിയാൽ മതി. അപ്പൊ 216 വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15 ഡാഷ് 29, 39 ഉണ്ട്. ഇവിടെ വിട്ടുപോയത് നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി 21 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ EYE ഈക്വൽ ടു 828, ARM ഈക്വൽ ടു 639 എങ്കിൽ EAR ഈക്വൽ ടു, കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും, പക്ഷേ ഇവിടെ ഇക്ക് നമ്മൾ എന്താ എടുത്തിരുന്നത്? ഇത് ഇത് അപ്പൊ നമ്മൾ 8 എടുത്തു. എക്ക് നമ്മൾ ഇവിടെ എത്ര എടുത്തേ? 6 എടുത്തു. ആൻഡ് ആറിന് നമ്മൾ ഇവിടെ എന്താ എടുത്തത്? 3 എടുത്തു. അപ്പൊ 863 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്രപ്പെട്ട്, അപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റ് എല്ലാം വരയ്ക്കണം. ഓക്കെ അല്ലേ? വടക്ക് കിഴക്ക് ഒക്കെ വരയ്ക്കണം. ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആൻസർ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണേ. ബാബു, ഇവിടെ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. ഓക്കെ അല്ലേ? എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയും 6 ആണ്, ഇവിടെയും 6 ആണ്. അപ്പൊ എത്ര കിലോമീറ്റർ ആണ്? 3 കിലോമീറ്റർ തന്നെയാണ് ദൂരത്തിലാണ് അല്ലെങ്കിൽ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം കഴിഞ്ഞ ആ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ ആ വീഡിയോ ഇല്ലേ, കഴിഞ്ഞ LGSന്റെ ഒരു മാത്സും ആൻഡ് റീസണിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയതിന്. ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11-ാമതും ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11-ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7-ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11-ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7-ാമത്തെ ആളുമാണ്. അങ്ങനെയാണെങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? എത്ര പേരാ? 11 + 7 - 1 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 17. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത് 2.02 ഡിവൈഡഡ് ബൈ 202 എത്രയാണ്? 2.02 ഡിവൈഡഡ് ബൈ 202. ഇല്ലെങ്കിൽ നമുക്ക് 202 ഡിവൈഡഡ് ബൈ ഈ ഒരു പോയിന്റിനെ മാറ്റാം അല്ലെ? പോയിന്റിനെ മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ 100 × 2 ഇങ്ങനെയൊക്കെ വരും. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/100. 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.01. അപ്പൊ 0.010. ഇനി ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ വിലയൊന്നുമില്ല. സോ നമ്മൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 0.01. ഇതിന്റെ ഇപ്പുറത്ത് 0 വന്നു കഴിഞ്ഞാൽ അതിന് വിലയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട്? പോയിന്റ് വന്നതുകൊണ്ട് കേട്ടോ. പോയിന്റ് വന്നതുകൊണ്ട് അതിന് വിലയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് റേഷ്യോ അല്ലെ, ശതമാനത്തിന്റെ ആണ്. X/Y 4/3 ആണ്. Y/Z 6/5 ആണ്. അങ്ങനെയാണെങ്കിൽ X/Z എത്ര? ഇതും പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നോക്കണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 24/15 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? 15ന്റെ അല്ലേ എടുത്തിരിക്കുന്നത്? ഓക്കെ, അപ്പൊ എത്ര സെക്കൻഡ് ആണ്? ഇവിടെ ശരി ഉത്തരം വരുന്നത് 900 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ തന്നിരിക്കുന്നതിനകത്ത് 900 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം എത്ര? അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം
മകന്റെ പ്രായത്തിന്റെ മകൻ ഇതാണെങ്കിൽ മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ഓക്കെ അല്ലേ? 4 വർഷം മുമ്പ്, അപ്പം അബുവിനും 4 വർഷം മുമ്പായി, അതേപോലെ തന്നെ മകനും 4 വർഷം മുൻപേ ആയി. ഓക്കെ അല്ലേ? അപ്പം മകന്റെ ഇപ്പോഴത്തെ വയസ്സ് സപ്പോസ് 4M ആണെങ്കിൽ അപ്പൊ 4 വർഷം മുമ്പ് അത് എത്ര മടങ്ങായിരുന്നു? 7 മടങ്ങായിരുന്നു. സോ ഇത് നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? യെസ്, 32 ആണ് അബുവിന്റെ പ്രായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് വൺ. നമുക്കൊരു ട്രയാങ്കുലർ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. റിലേഷൻ ആണ്. ഓക്കെ അല്ലേ? ഈ തന്നിരിക്കുന്നത് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ സെൻട്രൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നത് വെച്ചിട്ടാണ് ഈ സെൻട്രൽ എഴുതിയിരിക്കുന്നത്. ദെൻ ഇവിടെ നമ്മളപ്പം ഈ ഒരു സ്ഥലത്ത് ഏത് ആൻസർ വരും എന്നാണ്. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ, സൊല്യൂഷൻ നോക്കണം. നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാത്സ് ആൻഡ് റീസണിങ് ഞാൻ ഇതിനകത്ത് ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അത് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോസും കാണണം. സജഷനോ അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു.